الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خلقكم من نفس واحدة ثم جعل منها زوجها وأنزلكم من الغمام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3. ذلكم الله ربكم له الملك لا إله إلا هو وأنا تصرفون. إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون. إنه عليم بذات الصدور. وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله. قل تمتع بكفرك قليلا إنك من أصحاب النار. عمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. صدق الله العظيم. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് സുമറിലെ 2-ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത്. സൂറത്ത് സുമർ മക്കി കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്താണ്. ഇപ്പോൾ മക്കയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനം വിവരിച്ചു കൊണ്ടുള്ളതാണ് ഈ ആയത്തുകൾ. മക്കയിലെ മുസ്ലിക്കുകൾ ബഹുഭൂരിപക്ഷവും എന്നല്ല ഏതാണ്ട് മുഴുവൻ ആളുകളും ഇസ്ലാമിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത ആളുകളാണ്. അവർ ഇസ്ലാമിനെ കേൾക്കാനും മനസ്സിലാക്കാനും സന്നദ്ധരല്ല. അതിൻ്റെ കാരണം അവിടെ ഉണ്ടായിരുന്ന ഗോത്ര നേതാക്കന്മാരും അതിൻ്റെ പ്രമുഖന്മാരുമായ ആളുകൾ അതിനെതിരാണ് എന്നതാണ് കാരണം. അപ്പോൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചും അവരുടെ വിശ്വാസകാര്യങ്ങളെക്കുറിച്ചും ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളെ പ്രതിപാദിച്ചും ഒക്കെയാണ് ഈ ആയത്തുകൾ വിശദീകരിക്കുന്നത്. അല്ലാഹു തആല വിശദീകരിക്കുന്നു, ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഖലഖക്കും, നിങ്ങളെ അവർ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെന്ന് പറഞ്ഞാൽ മക്കയിൽ ജീവിക്കുന്ന, ഇപ്പോൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ലാത്ത, എന്നാൽ ഇസ്ലാമിൻ്റെ ശബ്ദം നന്നായി ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലാഹു തആല അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ്. ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ജനതയിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു.
ഒരൊറ്റ മനുഷ്യരിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു. സുമ്മജാല മിൻഹ റോജഹ, പിന്നീട് അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു. വാൻസലക്കുമുൽ അൻആമ, കാലികളെ അവൻ നിങ്ങളിൽ നിന്ന് ഉണ്ടാക്കി തന്നു. സമാനിയത്തെ അസ്വാജിൻ, എട്ട് വിഭാഗങ്ങളായിട്ട്. എന്ന് പറഞ്ഞാൽ മക്കളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 8 വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ, മാട്, കോലാട്, ചെമ്മരിയാട് എന്നിങ്ങനെയുള്ള മൃഗങ്ങളാണ്. അവ ഈ പറഞ്ഞ ആളുകൾ ഒട്ടകം, മാട്, കോലാട്, ചെമ്മരിയാട് ഇതെല്ലാം 4 വർഗങ്ങളാണ്. ഇവക്ക് പെറ്റുണ്ടാകുന്ന കാലികളും അവൻ ഭാഗമാകും. അപ്പൊ അള്ളാഹു തആല അവരെ പരിചയപ്പെടുത്തുകയാണ്. സമാനിയത്ത് അസ്വാജിൻ, 8 വിഭാഗം ആളുകളാണ് ഇവ എല്ലാം. യഹ്ലുക്കുക്കും, നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഈ കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഹൽക്കൻ മിൻ ബാദി ഹൽക്കിൻ, സൃഷ്ടിക്ക് ശേഷം സൃഷ്ടി അങ്ങായിട്ട് ഒരു തലമുറ ഉണ്ടായി, അവരിൽ നിന്ന് അടുത്ത തലമുറ ഉണ്ടായി, അവരിൽ നിന്ന് അടുത്ത തലമുറകൾ ഉണ്ടായി. അപ്പൊ തലമുറകളായി അതിൽ നിന്ന് അങ്ങനെ ആളുകൾ പെറ്റുകഴിക്കൊണ്ടിരിക്കുകയാണുള്ളത്. സലാസിൻ, 3 ഇരുട്ടുകളിലാണ്. 3 ഇരുട്ടുകളിലായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത്. 3 ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 3 ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ വയറ്, അവിടെയാണല്ലോ മാതാക്കളുടെ ഭാഷ ഉണ്ടാകാം. വയറ്, അതുപോലെ ഭാഗം, വയറും പിന്നെ 3 വർഗങ്ങൾ. 3 വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ വയറുണ്ട്, അതുപോലെ ഗർഭാശയം, പിന്നെ സാധാരണഗതിയിൽ മനുഷ്യൻ ഉണ്ടാകുന്ന മനുഷ്യനെ കുളത്തിലുണ്ടാകുന്ന ഒരു ഉടപ്പിറപ്പ് എന്ന് നമ്മൾ പറയാം. അവർ ഇങ്ങനെ 3 വിഭാഗം ആളുകളായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒരു മാത്യം സലാഹി 3 വിഭാഗം വർഗങ്ങളായിട്ടാണ് സൃഷ്ടിച്ചത്. റാദിക്കുമുല്ലാഹു, ഇതെല്ലാം അള്ളാഹുവാണ്. ഈ പറഞ്ഞ ആളുകളെല്ലാം അള്ളാഹുവാണ്. റബ്ബുക്കും, നിങ്ങളുടെ നാഥനായ അള്ളാഹുവാണ്. ലഹുൽ മുൽക്കു, അവനാണ് നിങ്ങൾക്ക് ആധിപത്യം നൽകുന്നത്. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ഫഅന്നാ തുസ്റഫൂൻ, നിങ്ങൾ എന്താണ് കാര്യങ്ങൾ ഗ്രഹിക്കാത്തത്? അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ രൂപം അത് ഒക്കെ നാട്ടി നടപ്പുള്ളവരാണ്. ശാസ്ത്രത്തിന്റെയും ശാരീരികമായ കഴിവുകളുടെയും അടിസ്ഥാനത്തിൽ പഠിച്ചുണ്ടാക്കിയതല്ല. എങ്ങനെയാണ് 3 സ്ത്രീകളെ 3 വിഭാഗമാക്കിയതെന്ന് പറഞ്ഞാൽ, നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ വളർന്നു വന്നു. പിന്നെ ഗർഭാശയം ഉണ്ടായി, വയറുണ്ടായി, പിന്നെ ഗർഭാശയം ഉണ്ടായി, പിന്നെ നമുക്ക് പ്രസവിച്ചിരുന്നതോടുകൂടി ആളുകളും ഉണ്ടായി. അങ്ങനെയുള്ള ആ വർഗത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. അപ്പൊ ഈ 3 വിഭാഗം ആളുകളെയും അള്ളാഹു തആല സൃഷ്ടിച്ചു. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ലഹുൽ മുൽക്കു, അവനാണ് ആധിപത്യം. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ഫഅന്നാ തുസ്റഫൂൻ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല? വഇൻ തക്ഫുറു, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, വലിയുൻ അൻകും, അവൻ നിങ്ങളെപ്പറ്റി സംതൃപ്തനാണ്. വലായുള്ള, അവൻ തൃപ്തിപ്പെടുകയില്ല. ഇബാദിഹി, അവന്റെ ദാസന്മാരെ പറ്റി അൽ കുഫ്ര, നിഷേധത്തിൽ തൃപ്തിപ്പെടുകയില്ല. വഇൻ തസ്കുറു, നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണെങ്കിൽ, യർദഹുലക്കും, അവൻ തൃപ്തിപ്പെടും. വഇൻ തസ്കുറു യർദഹുലക്കും. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഭാരം വഹിക്കുന്നവനും അതിന്റെ താഴെയുള്ള ആളുകളുമൊക്കെ തന്നെ എല്ലാം ഭാരം വഹിക്കുന്നവരും ഭാരം കയറുന്നതും ഒക്കെയാണുള്ളത്.
സുമ്മയിലാ റബ്ബിക്കും, പിന്നെ നിങ്ങൾ നിങ്ങളുടെ നാഥനിലേക്കാണ് മടക്കം. റബ്ബക്കും മറിച്ചേക്കും നിങ്ങൾ മടക്കം. ഫൈനബ്ബിക്കും, അപ്പോൾ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇമാക്കുന്തും തമരൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറഞ്ഞു തരും. ഇന്നഹു, തീർച്ചയായും അവൻ അലീമും അറിയുന്നവനാണ്. ബിദാത്തി സുദൂർ, എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള മനുഷ്യന്റെ മനസ്സിലുള്ള എല്ലാം അവൻ അറിയുന്നവനാകുന്നു. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. അപ്പൊ മനുഷ്യൻ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ ആയത്താണ് ഈ പറയുന്നത്. ഇതെല്ലാം മനുഷ്യന്റെ സൃഷ്ടിപ്പെ സംബന്ധിച്ചും അവന്റെ നിലനിൽപ്പിനെ പറ്റിയും എങ്ങനെയാണ് അവർ ജീവിച്ചതെന്നതിനെ പറ്റിയൊക്കെയാണ്. ഇതൊക്കെ മക്കയിലുള്ള ആളുകൾക്ക് അറിയാത്തതല്ല, അവർക്ക് അറിയാം. ആ അറിയുന്ന കാര്യം ഇവിടെ അല്ലാഹു തആല വിവരിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി മൂന്ന് ആളുകളിൽ സമാനിയത്ത് അസ്വാജി, 8 മക്കളിൽ 8 ആളുകളിൽ നിന്നും അതുപോലെ 3 ഇരുട്ടിൽ നിന്നും സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അതെല്ലാം ശാസ്ത്രീയമാണ് കാര്യം. പക്ഷെ അതെല്ലാം ഈ അറബികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അറിയുന്നതാണ്. എന്നാൽ ഇന്ന് അതെല്ലാം ശാസ്ത്രീയമായി ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥകളെ പോലെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മനുഷ്യൻ പഠിക്കുകയും വളരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് ചോദിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളും പറയുക എന്നല്ലാതെ അത് പൂർണ്ണമായും ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. മനുഷ്യരെ അള്ളാഹുത്തല വയറിൽ നിന്നും ഉമ്മയുടെ വയറിൽ നിന്ന് സൃഷ്ടിച്ചു, അവരിൽ നിന്ന് ഗർഭാശയത്തിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് അവൻ പ്രസവിക്കുന്നതോടുകൂടി തന്നെ അവൻ പ്രസവിക്കപ്പെടുന്നു. അങ്ങനെ 3 വിഭാഗം ആളുകൾക്ക് അവർക്കുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങളാണ്. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുക. വൈദാ മസ്സൽ ഇൻസാനു, മനുഷ്യൻ വൈദാ മസ്സൽ ഇൻസാന, മനുഷ്യനെ നമ്മൾ നിർബന്ധിച്ചാൽ, സ്പർശിച്ചാൽ, ദുരിതം ബാധിച്ചാൽ, ദാ റബ്ബഹു, അവൻ നാഥനോട് പ്രാർത്ഥിക്കുന്നു. മുനീബൻ അന്യനായിക്കൊണ്ട് തന്നെ, മുനീബൻ അന്യനായി സൃഷ്ടിക്കുന്നു. വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ ദാ റബ്ബഹു മുനീബൻ ഇടതൂർന്ന് നിൽക്കുന്നു. മുനീബൻ ഇടതൂർന്ന് നിൽക്കുന്നു. ഇലൈഹി, അവനിലേക്ക്. സുമ്മ ഇദാ ഖബ്ബലഹു, പിന്നെ അവൻ അധീനമാക്കുന്നു. നിഅമത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം അധീനമാക്കുന്നു. മിൻഹു നസിയ, അവൻ മറന്നുപോകുന്നു. മിൻഹു, അതിൽ നിന്ന് നസിയ, അവൻ മറന്നുപോകുന്നു. മാക്കാണ് യദൂഇലൈഹി, അവൻ ഏതൊന്നിലേക്കാണോ വിളിക്കുന്നത് ആ വിളിക്കുന്ന കാര്യത്തിൽ നിന്ന് അവൻ വിസ്മരിച്ച് മറന്നു പോവുകയാണ്. മീൻ ഖബലി, മുമ്പ് തന്നെ. വജാലലില്ലാഹി, അള്ളാഹുവിനെ അവരാക്കുന്നു അന്താദൻ, സമന്മാരാക്കുകയാണ്. ഇതെല്ലാം അള്ളാഹു ഒറ്റക്കാണ് ചെയ്തതെങ്കിലും പക്ഷേ ഈ മാതാവിന്റെ ഗർഭാശയത്തിൽ 3 അവസ്ഥയിൽ ഉണ്ടായിപ്പോയി എന്ന് പറഞ്ഞതും, പിന്നെ 3 അവസ്ഥയിലായിട്ട് ഉണ്ടായതും, 8 കാലികൾ ഉണ്ടായതും, മാതാവിന്റെ ഗർഭാശയത്തിൽ ജീവിച്ചതും, ഇതെല്ലാം അള്ളാഹുവാണ്. ഇതെല്ലാം ദാലിക്കുമുള്ള, ഇതെല്ലാം അള്ളാഹുവാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. എന്നിട്ടാണ് ചോദിക്കുന്നത്, ജാല ഇല്ലാഹി അന്താദ, നിങ്ങൾ അള്ളാഹുവിനെ അവഗണിക്കുക, സന്മന്മാരെ ചേർക്കുകയാണോ? യുദില്ലാഹി സബീലിഹി, അവന്റെ മാർഗത്തിൽ നിന്ന് അവൻ വ്യതിചലിപ്പിക്കുന്നു. നീ പറയുക, നീ അനുഭവിക്കുക, സുഖിക്കുക, കുഫിരിക്ക, നിന്റെ കുഫിൽ അനുഭവിക്കുക. കലീലൻ, വളരെ കുറച്ച് മാത്രം. ഇന്നക മിൻ അസ്ഹാബിന്നാർ, തീർച്ചയായും നീ നരകവാസികളുടെ കൂട്ടത്തിലാകുന്നു. അപ്പോ ഇങ്ങനെല്ലാം ഉണ്ടെങ്കിലും അവരുടെ അവസ്ഥ പലപ്പോഴും മോശമാണ്. കുഫിരിക്ക, ഇങ്ങനെല്ലാം നമുക്ക് അറിയാമെങ്കിലും നീ ആസ്വദിക്കുക, കുഫിരിക്ക, നിന്റെ നിഷേധത്തെ. കലീലൻ, കുറച്ച് മാത്രം. ഇന്നക മിൻ അസ്ഹാബിന്നാർ, തീർച്ചയായും നരകവാസികളാകുന്നു. അമ്മൻ ഹുവ ഖാനിത്തുൻ, വണങ്ങുന്നവൻ ആരാണ്? അമ്മൻ ഹുവ, ആരുണ്ട്? ഖാനിത്തുൻ, വണങ്ങുന്നവരായി ആരുണ്ട്? ആനാ അല്ലയിൽ, രാത്രി കാലങ്ങളിൽ, സാജിദൻ, സുജൂദിലായിട്ട്. രാത്രി കാലങ്ങളിൽ അങ്ങനെ മുഴുവൻ പടച്ചുകൊണ്ടെടുത്താൽ തന്നെ സുജൂദിൽ ചെയ്തുകൊണ്ട്, ആനാ അല്ലയിൽ, രാത്രിയിൽ സുജൂദ് ചെയ്തുകൊണ്ടും, കായിമൻ, കിടന്ന് നമസ്കരിച്ചും ഒക്കെ ചെയ്യുക. യഹ്ദറു ആഖിറത, പരലോകത്തെ ഭയപ്പെടുക. ഇങ്ങനെയുള്ളവൻ ആരാണുള്ളത്? യർജു, അവൻ ആഗ്രഹിക്കുന്നു. റഹ്മത്ത റബ്ബിഹി, റബ്ബിന്റെ അനുഗ്രഹത്തെ അവൻ ആഗ്രഹിക്കുന്നു. കുൽ, നീ പറയുക, ഹൽ യസ്തബില്ലദീന യഅലമൂന, ഹൽ യസ്തബി, അവൻ സമന്മാരാകുമോ?
അല്ലദീന യഅമലൂന വല്ലദീന ലാ യഅലമൂൻ. അള്ളാഹുവിനെ അറിയുന്നവരും അറിയാത്തവരും ഒരുപോലെയാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇത്ര വിശദമായി പറഞ്ഞു തന്നിട്ടും നിങ്ങൾ അറിയുന്നവരും അറിയാത്തവരും ഒരുപോലെയാണോ? ഇന്നമായ തദക്കറു ഉലുൽ അൽബാബ്, തീർച്ചയായും അവർ തദക്കറു അവർ ഉൾക്കൊള്ളുന്നു, ഉലുൽ അൽബാബ് ചിന്തിക്കുന്ന ആളുകൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഒരു മുഹമ്മദ് നബിയെ താങ്കൾ പറയുക, യാ ഇബാദി, എൻ്റെ അടിമകളെ അല്ലദീന എങ്ങനെ അടിമകളാണ്, ആമനു നിങ്ങൾ വിശ്വസിക്കുക, ഇത്തഖുല്ലാഹ ഇത്തഖു റബ്ബക്കും നിങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കറിയാം അവരാരും വിശ്വസിക്കാൻ സന്നദ്ധരല്ല. ബഹുഭൂരിഭാഗം ആളുകളും ഇസ്ലാമിന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരാണ്. അവരെ പ്രത്യേകിച്ച് നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, യാ ഇബാദി അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുക, റബ്ബക്കും നിങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ, ഇല്ലദീന അഹ്സനു അവൻ നന്മ ചെയ്യുന്നവരാണ്, ഫി ഹാദിഹി ദുനിയ ഹസന ഈ ദുനിയാവിൽ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം നന്മ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അടുത്ത തമ്മിലാണ് നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കുകയും ജീവിക്കുകയും ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വഅർദുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. അള്ളാഹുവിന്റെ ഭൂമി ഇന്നമായി അഫ്സാബിറൂന, ക്ഷമിക്കുന്ന ആളുകൾ സാബിറൂന ക്ഷമിക്കുന്ന ആളുകൾ, അജ്റഹും അവരെല്ലാവരും ബിഗൈരി ഹിസാബ്, ഒരു ഹിസാബുമില്ലാതെ ഒരു കണക്കുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. വഅർദുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മക്കയിലും പരിസര പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും കേട്ടുകഴിഞ്ഞിരിക്കുന്നു. ഇനിയും അത് തന്നെ അവർക്ക് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് വഅർദുല്ലാഹി വാസിഅ, വിശാലമാണ് ഭൂമി. ഇന്നമായി വഫസാബിറൂന, ക്ഷമിക്കുന്ന ആളുകൾക്ക് അവൻ പൂർത്തിയായി കൊടുക്കുന്നു. വാജിറുഹും അവരുടെ കൂലി ബിഗൈരി ഹിസാബ്, ഒരു കണക്കുമില്ലാതെ അള്ളാഹു തആല കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട 10 ആയത്തുകളായി. ഈ ആയത്തുകളിൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇസ്ലാമിക ജീവിതം നയിക്കാൻ വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മൾ സന്നദ്ധരാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം തെറ്റായ കാര്യങ്ങളിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹു ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.